ഫുൾ എന്റർടൈൻമെന്റ് ഇത്രയാണ്. അതെ, നല്ല അടിപൊളി മൂവിയാണ്. കോമഡീസ് ഒക്കെ ആണെങ്കിലും പിന്നെ ആക്ഷൻസ് ഒക്കെ ആണെങ്കിലും സൂപ്പർ. എനിക്ക് റിങ്ങിലെ ചില സീൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഗൂസ് ബംസ് വരില്ലേ, ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. റിയൽ ആയിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മാസിന് മേലെ സൂപ്പർ ആയിരുന്നു മൂവി, ശരിക്കും സൂപ്പർ. എല്ലാവരും ഫസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണമെന്ന് തന്നെ പറയാനായിട്ട്. ആ ഒരു രീതിയാണ് പടത്തിന് കൊണ്ടുവന്നത്. കാണാനാണ് ഫസ്റ്റ് തിയേറ്റർ വാച്ച് പോയി ലാഗില്ലാതെ അടിപൊളി. ഞാനുണ്ട് ചെറിയ വേഷത്തിൽ വർക്കായിട്ടുണ്ട്. ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ അങ്ങനെ അധികം വരാത്തൊരു ജോണറാണ്. അത് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു പരിപാടിയാണ് പടം വർക്കായിട്ടുണ്ട്. എടുത്തു പറയേണ്ട പെപ്പയുടെ ബോക്സിങ് നല്ലതായിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസിൻ്റെ നല്ലതായിട്ടുണ്ട്. ഞങ്ങളുടെ ഡയറക്ടർ ഗോവിന്ദ് പുള്ളി ഒരു ഫസ്റ്റ് മൂവിയാണെന്നത് കാണുന്നവർക്ക് തോന്നത്തില്ല, ഒരു ഡെബ്യൂ മൂവിയാണെന്നുള്ള ഒരു ഫീലും വരത്തില്ല. അടിപൊളിയായിട്ടാണ് പടമാണ്. അത് എല്ലാവരും പോയി കാണണം. അത് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. കണ്ടവർക്ക് നമുക്ക് അറിയാം നല്ല പടമാണ്. അതുകൊണ്ട് ആക്ടിങ് ആണെങ്കിലും നല്ല പെർഫോമൻസ് എല്ലാം ഒന്നിനും മെച്ചമായിരുന്നു. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി പറയാം. ആദ്യ സിനിമ എല്ലാവരും ഒന്ന് കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ പറയുക, ഒരു അടിപൊളി പാക്കേജാണ് അവിടെ ഒരുക്കി വെച്ചേക്കുന്നത്. എല്ലാവരും കാണണം. താങ്ക് യു സോ മച്ച്. ഡയറക്ഷൻ, റൈറ്റിംഗ് എടുത്ത് പറയുന്നത്, ക്യാമറ, ജസ്റ്റിൻ്റെ മ്യൂസിക് എടുത്ത് പറയുന്നതാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. എൻഗേജിങ് വിജയരാഘവേട്ടൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ്. എപ്പോഴും സൂപ്പറാണ്. ഫൈറ്റ് ഒരു ഷുവർ ഷോട്ടാണല്ലോ. എപ്പോഴും ഫൈറ്റ് വർക്കായിട്ടുണ്ട്. ഉള്ള ഫാമിലി ബേസ്ഡാണ്. എന്നാലും നല്ല ഒരു പേഴ്സണൽ ആയിട്ടും അങ്ങനെ പോകുന്നൊരു നല്ലൊരു കഥയാണ്. നമുക്ക് സ്റ്റോറി നമുക്ക് ബേസിക് കിട്ടും, ഫസ്റ്റ് ഹാഫിൽ കിട്ടും. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ വെച്ചിട്ടൊരു ഒരു ഒരു ഇഷ്ടമുണ്ട്. നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ അതൊരു പ്രതീക്ഷിച്ചില്ല. നല്ല രസമായിട്ട്. പിന്നെ ഒരു ചലഞ്ചാണ്. ആ ചലഞ്ചിന് നമ്മുടെ പെപ്പ ഏറ്റെടുത്തു. അത് അതിന് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് പ്ലേസ്. നല്ല മൂവിയാണ്. പവർഫുൾ. നമുക്കിപ്പോൾ പെപ്പയുടെ ലാസ്റ്റ് ആർഡിക്സ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറെ ഒരു ഫാമിലി മൂവി. ഇത് ഫാമിലി ഓറിയൻറ്റഡ്, പക്ക ഫാമിലി ഓറിയൻറ്റഡ്. സാധാരണ ഇയാളുടെ ജോലിയായിട്ട് ഞാൻ സ്കൂലാവാതിരിക്കാൻ വേണ്ടിയാണ് ജോലിയായിട്ട് സംബന്ധമായിട്ടൊരു സംഭവം ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പുള്ളി പെട്ടെന്ന് റിയാക്ട് ചെയ്തു. അതൊരു ഇൻ്റർനാഷണൽ ഫൈറ്ററായിരുന്നു. അത് ഒരു ചലഞ്ചാവുന്നു. ഒരു ഫാമിലീനെയൊക്കെ എല്ലാം ഇതിലേക്ക് ആയി പ്രശ്നമാവുന്നു. ആളതിന് ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നു. ആ ഒരു ഫൈറ്റിൽ പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് അതിൻ്റെ. പക്ഷേ അടിപൊളിയാണ്. ഗംഭീര പെർഫോമൻസ് ബേസ് എല്ലാവരും പെപ്പെ വിജയരാഘവനൊക്കെ എടുത്ത് പറയുന്നതാണ്. ആ ഒരു ട്രെയിനറിൻ്റെ ഒരു ക്യാരക്ടർ ഗംഭീരമാണ്. നല്ല ഇരുത്തം വന്നൊരു ട്രെയിനർ ക്യാരക്ടർ നല്ല. പിന്നെ ആ കുട്ടിയുടെ മോളായിട്ട് ഇന്റർനാഷണൽ താരം കയറി പിടിച്ചിരിക്കുക. ഇന്റർനാഷണൽ ബോക്സിംഗ് ഇല്ലേ, ബോക്സിംഗ് വീട്ടിലെ ബോക്സിംഗ് ആണ്. ഒരു രക്ഷയില്ല. ആ ബോക്സറുടെ ആ ചേട്ടനൊക്കെ പൊളിയാണ്. എനിക്ക് എൻ്റെ ഷോപ്പിൽ പുള്ളിയാണ്. പുള്ളി അടിപൊളി പൊളിയാണ്. ഒറിജിനൽ ബോക്സിംഗ് ആണെന്നുള്ളത് സാധനമാണ്. പെപ്പയൊക്കെ വെയിറ്റ് ഒക്കെ കുറച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ലിജോയ്ക്കില്ലേ നായികയായിട്ട് വന്നത് അവർക്ക് നല്ല പെർഫോമൻസ് ആണ്. കൊച്ചു അടിക്കുന്ന പെർഫോമൻസ് എല്ലാവരും പെർഫോമൻസ് അടിക്കുക. നല്ല ഫാമിലി ഭയങ്കരമായിട്ട് പടമാണ്. ബോക്സിംഗ് ഒക്കെ വേറെ ലെവലോട്ടോ. വീട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ഒക്കെയാണ്. ഫോട്ടോക്കെ അടിപൊളി ഫോട്ടോയൊക്കെയാണ്. പറയാനതിൻ്റെ പെപ്പ അടിച്ച് ആർത്തി കൂട്ടത്തിൽ ആ ബോക്സിംഗ് ഉണ്ട്. ചേട്ടൻ്റെ പേരടിക്കത്തില്ല. ആ ബോക്സിംഗ് ആയിട്ടുണ്ട്. കിടിലം ബോക്സിംഗ് ആണ്. കിടിലം ഫോട്ടോയാണ്. ദാവീദ് പൊളിച്ചടിക്കുക. അതല്ല നമ്മുടെ കോസ്റ്റ്യൂമിലൊക്കെ വന്നിട്ടുണ്ട്. ദാവീദ് സ്നേഹിച്ച് വന്നത് ഒളിപ്പോടെ ഒന്ന് നോക്കട്ടെ. പെപ്പ കീജയ് പുതിയ ആൾക്കാർ കുറച്ച് പേർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സൈജി ചേട്ടൻ്റെ വൈഫായിട്ടാണ്. ഓട്ടോ ഡ്രൈവറായിട്ട് ചേട്ടൻ മറ്റേ ബെസ്റ്റ് ആണ്. ആദ്യ പടമാണല്ലേ? ഓക്കെ ഓക്കെ, പറയൂ. നിങ്ങളെങ്ങനെ സിനിമയിലേക്ക് വരുന്നത്? മീൻസ് എങ്ങനെയാണ് കോള് വന്നോ? എങ്ങനെയാണ്? ഞാൻ ഓഡിഷൻ വഴിയാണ്. പിന്നെ വണ്ടിനെ തേടുമെന്ന് പറഞ്ഞിട്ട് ഒട്ടലങ്ങാത്ത എന്ന് പറയുന്ന വെബ് സീരീസ് അതിലുള്ളത് ഞാനാ. അപ്പൊ അങ്ങനെ അത് കണ്ടിട്ട് പിന്നെ ഓഡിഷൻ അങ്ങനെ അയച്ചിട്ട് നമ്മൾ കുറേ പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും.